Alexa, studio on. Okay. Hi friends, welcome back to our channel. I am Ranji from YK Sound Academy. അപ്പോൾ നമുക്കറിയാം കുറച്ച് ടൈം ആയിട്ടുണ്ട്, കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോസിൽ. കാരണം നമുക്ക് ഓൾറെഡി കുറച്ച് സ്റ്റുഡിയോസിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ വർക്ക് നടക്കുകയാണ്. അതുപോലെ 2 ഹോം സ്റ്റുഡിയോയുടെ ഇൻസ്റ്റലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നാളെ നമുക്കൊരു ഹോം സ്റ്റുഡിയോ ഇൻസ്റ്റലേഷൻ നമ്മൾ പാനൽസ് ആൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ വരും. ഇതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് ആണ്. പ്രൊഫഷണലായിട്ടും അതുപോലെ ഹോം സ്റ്റുഡിയോ ആയിട്ട് ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ഹോം സ്റ്റുഡിയോ ഞാൻ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തു, നിങ്ങൾക്ക് കാണാം. അതുപോലെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ചേഞ്ചസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഒരു ഓഡിയോ മിക്സർ ആണോ വേണ്ടത്, അതോ ഒരു ഓഡിയോ ഇൻ്റർഫേസ് ആണോ വേണ്ടത്, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം, ഏതാണ് നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് മേടിക്കേണ്ടത്, ആ ഒരു ഡിഫറൻസ് എല്ലാം ഈ ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചൂസ് ചെയ്യാം, ഒരു മിക്സറാണോ നിങ്ങൾക്ക് നല്ലത്, അതോ ഓഡിയോ ഇൻ്റർഫേസ് ആണ് നമ്മുടെ ഒരു ആവശ്യത്തിന് നല്ലത്. ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചായിരുന്നു, എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. അത് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എലക്സ. നിങ്ങൾക്കറിയാം എലക്സ എന്ന് പറയുന്നൊരു സ്മാർട്ട് ഡിവൈസാണ്. അപ്പോൾ സ്റ്റുഡിയോയുടെ ലൈറ്റ്സും അതുപോലെ സ്വിച്ച് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എലക്സ മേടിച്ചു. ഇതൊരു എക്കോ ഷോ എന്ന് പറഞ്ഞൊരു മോഡലാണ്, സ്ക്രീനുള്ള മോഡലാണ്. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കാണാം. അതുപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓൺ ആക്കാൻ പറഞ്ഞാലും ലൈറ്റിനെ കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാലും ഇതുവഴി അത് ചെയ്യാൻ പറ്റും. നമുക്ക് വൈഫൈ വഴി കണക്റ്റഡ് ആണ്. അതുപോലെ സ്റ്റുഡിയോ ഓൺ ആക്കണമെങ്കിലും നമുക്ക് ഇതിനടുത്ത് പറഞ്ഞാൽ മതി, നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് ഓൺ ആക്കി തരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡിയോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നല്ലതാണ്. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ മോഡൽ അവൈലബിൾ ആണ്, എക്കോ ഡോട്ട് എന്ന് പറയും. അതും ഈ സെയിം ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. സ്ക്രീൻ ഇല്ല എന്നുള്ളൂ. നിങ്ങൾക്ക് എലക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേക്ക് ആവും. അതുപോലെ ഒരു വൈഫൈ ബൾബ് അല്ലെങ്കിൽ വൈഫൈ സോക്കറ്റ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എലക്സ ആയിട്ട് നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും പോയി നിങ്ങൾക്ക് സ്വിച്ച് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്റ്റുഡിയോയിലോട്ട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എലക്സ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്റ്റുഡിയോ ഓൺ ആയി കിട്ടും. അതുപോലെ ലൈറ്റ്സ് ഓഫ് ചെയ്യാനും വളരെ ഈസിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് ഏത് പാട്ടും എപ്പോൾ വേണമെങ്കിൽ കേൾക്കാം. ജസ്റ്റ് ആ പാട്ടിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പ്ലേ ചെയ്യും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു എലക്സയിൽ നിന്ന് കിട്ടും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാക്. നിങ്ങൾക്കറിയാം നമ്മുടെ 2015 മോഡൽ മാക്കാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളത് അപ്ഗ്രേഡ് ചെയ്തു, MacBook Air M1 ചിപ്പിലോട്ട് മാറി. M1 ചിപ്പ് എന്ന് പറയുന്നത് 2020 ലേറ്റ് ഇറങ്ങിയ ഒരു മോഡലാണ്. വളരെ ഫാസ്റ്റ്. നിങ്ങൾക്കറിയാം ആപ്പിൾ സിലിക്കൺ എന്ന് പറഞ്ഞൊരു ചിപ്പാണത്. അത് ആപ്പിളിൻ്റെ സ്വന്തം ചിപ്പാണ്. ഇത്രയും നാൾ ആപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന ചിപ്പ് എന്ന് പറയുന്നത് ഇൻറ്റൽ ബേസ്ഡ് ചിപ്പായിരുന്നു. അപ്പോൾ i5, i7, i3 അങ്ങനെ ആയിരുന്നു. പക്ഷേ 2020 ആപ്പിൾ ആദ്യമായിട്ട് സ്വന്തം ചിപ്പ്, നമ്മൾ ഐഫോൺ ഐപാഡ് ഇറങ്ങുന്ന പോലെ തന്നെ ആപ്പിൾ ലാപ്ടോപ്സിൽ അവരെ സ്വന്തം ചിപ്പ് ഇറങ്ങി, M1 എന്ന് പറയും. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ സോഫ്റ്റ്വെയർസൊക്കെ M1 ലോഡ് ആവോ ഇല്ലയോ എന്ന ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ M1 അപ്ഗ്രേഡ് ചെയ്തു. ഇത് MacBook Air ആണ്, 2020 ലേറ്റ് മോഡലാണ്. 8GB RAM, 256 ഹാർഡ് ഡിസ്ക് ആണ്, USB-C ടൈപ്പ് കണക്ഷനാണ്. ഞാനത് യൂസ് ചെയ്ത് നോക്കി, വളരെ ഫാസ്റ്റ് ആണ്. ഒരു 10 ടൈംസെങ്കിലും ഫാസ്റ്റ് എന്ന് പറയാം എൻ്റെ പഴയ ലാപ്പിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് മേടിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ M1 ചിപ്പിലോട്ട് മാറാം. അത് മാക് മിനി അവൈലബിൾ ആണ്, കുറച്ചുകൂടി ചീപ്പാണ്. അതും വളരെ ഫാസ്റ്റ് ഒരു പെർഫോമൻസ് തന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോ ഇപ്പോൾ ബൈ ചാൻസ് കുറച്ച് സ്ലോ ആണ്, നിങ്ങളുടെ വർക്കും കാര്യങ്ങളും കുറച്ച് സ്ലോ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. നല്ലൊരു മോഡൽ. അപ്പോൾ നമ്മൾ ഇത് ഒരു അപ്ഗ്രേഡേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒരു ഓഡിയോ മിക്സറും അതുപോലെ ഓഡിയോ ഇൻ്റർഫേസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വേറെ ഡിവൈസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അന്ന് പറയുന്നത് ഒരു USB മൈക്രോഫോണാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പോയി കാണാം. ഇതൊരു USB മൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ മിക്സറോ അല്ലെങ്കിൽ ഓഡിയോ ഇൻ്റർഫേസിന് ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്ക് നേരെ ഇത് നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫോൺസിൽ കണക്ട് ചെയ്യാം. ഫോൺ അല്ലെങ്കിൽ ഐപാഡ് ഏതിൽ ടാബ്ലറ്റിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വീട്ടിലൊരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി നോക്കാം. നമ്മൾ ഈ ഡെമോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന മോഡൽസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഓഡിയോ മിക്സർ എന്ന് പറയുന്നത് സൗണ്ട്ക്രാഫ്റ്റിൻ്റെ NOTEPAD 12 FX എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് നമുക്ക് 4 മൈക്ക് ഇൻപുട്ട്സ് അതുപോലെ 2 ലൈൻ ഇൻപുട്ട്സ് നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ നമ്മൾ ഓഡിയോ ഇൻ്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് EVO 8 എന്ന് പറഞ്ഞ ഓഡിയോൻ്റെ ഒരു മോഡൽ. ഇതിൻ്റെ റിവ്യൂ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ബെഹ്റിഞ്ചറിൻ്റെ Euphoria UMC 22 എന്ന് പറഞ്ഞ മോഡൽ, അതുപോലെ FOCUSRITE 2i2 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇത് തമ്മിലൊരു മെയിൻ ഡിഫറൻസ് എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ആവശ്യം
ജസ്റ്റ് റെക്കോർഡിംഗ് ആണ്. നിങ്ങൾക്ക് വോയിസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്താൽ മതി. ആ സിസ്റ്റത്തിലാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണത്. നിങ്ങൾക്ക് വേറെ പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ കെറോക്കെ പാടാൻ, ആൾക്കാരെ കേൾപ്പിക്കാൻ അങ്ങനെ ഒരു പർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഡിയോ ഇൻ്റർഫേസ് മേടിക്കാം. കാരണം ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ജസ്റ്റ് റെക്കോർഡിംഗ് പർപ്പസിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു 99% ഓഡിയോ ഇൻ്റർഫേസ് എല്ലാം ബസ് പവർഡാണ്. അതിനർത്ഥം ഇത് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ ഇതിന് വേറെ പവർ സപ്ലൈ ഒന്നും ഉണ്ടാവില്ല. USB ഇതിനെ കൂടെ കിട്ടുന്ന USB കേബിൾ വഴിയാണ് ഇത് പവർ വലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആവുള്ളൂ. ഈ ഒരു മിക്സറിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സർ എന്ന് പറയുന്നത് ലാപ്പ് അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഓൺ ആക്കാൻ പറ്റും. കാരണം ഇതിനെ കൂടെ ഒരു പവർ അഡാപ്റ്റർ കിട്ടും. അപ്പോൾ ഇത് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാം. ഒരു സ്പീക്കറായിട്ട് കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു USB മിക്സർ കൂടിയാണ്. അതിനർത്ഥം നമുക്ക് ആവശ്യം വന്നാൽ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 മൈക്ക് ഇൻപുട്ട്സ് 2 ലൈൻ ഉണ്ട്. അപ്പോൾ 4 ട്രാക്ക് റെക്കോർഡിംഗ് നമുക്ക് അറ്റ് എ ടൈം ഈ ഒരു മിക്സറിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് പാട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്, രണ്ടുപേരൊപ്പം നിന്ന് പാടുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് 2-3 പേർക്ക് കേൾപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളൊരു ഓഡിയോ ഇൻ്റർഫേസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു FX അല്ലെങ്കിൽ എക്കോ, റിവേർബ്, ഡിലേ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താലേ പറ്റുള്ളൂ. ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ട്രാക്ക് നിങ്ങൾ എവിടെയാണ് മൈക്ക് കണക്ട് ചെയ്തേക്കുന്നത് ആ മൈക്കിൻ്റെ ഇൻപുട്ട് ആ ട്രാക്കിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വേണം എഫക്ട്സ് ഇടാൻ. പക്ഷേ ഒരു ഓഡിയോ മിക്സർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ചാനലിലാണോ ഇതിൻ്റെ മൈക്ക് കണക്ട് ചെയ്തേക്കുന്നത് ആ ചാനലിനകത്ത് ഉള്ള EQ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ മിക്സറിന് ഇൻബിൽഡ് ആയിട്ട് കുറച്ച് എഫക്ട്സ് ചാനലുണ്ട്. ലെക്സിക്കോൺ എഫക്ട്സ് ഇത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യേണ്ടതിനെ കൂടെ നിങ്ങൾക്ക് ആ എഫക്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എഫക്ട്സും ഇതിൻ്റെ ഉള്ളിലത്തെ EQ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ പാട്ടിനെ ക്ലാരിറ്റി കൂട്ടാം. അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എഫക്ട്സും കാര്യങ്ങളും എല്ലാം ചെയ്യാം. പിന്നെ നിങ്ങൾ പോഡ്കാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ഇൻ്റർവ്യൂസ് എടുക്കും അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന 2 പേരിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഈ ഒരു മിക്സർ USB മിക്സറിലേക്ക് പോകാം. അത് ഈ ഒരു മോഡൽ വളരെ നല്ലൊരു മോഡലാണ്, നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ്. ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ഹെഡ്ഫോണിന് സെപ്പറേറ്റ് മിക്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ഒരു ഹെഡ്ഫോൺ മറ്റേ ഒരു രണ്ടാമത്തെ ഹെഡ്ഫോൺ ആണെങ്കിൽ 2 പേർക്ക് സെപ്പറേറ്റ് മിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ എല്ലാം സെറ്റിങ്സും അതുപോലെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഒരു മിക്സറിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫേഡേഴ്സ്, ഫിസിക്കലായിട്ടുള്ള ഫേഡേഴ്സ്, നോബ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യാൻ താല്പര്യം. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മിക്സ് ചെയ്യാനും അതുപോലെ എഫക്ട്സിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഡിയോ മിക്സർ തന്നെ മേടിക്കാം. മിക്സറിനകത്ത് എല്ലാം ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഗെയിനാണ്, ഇതിൻ്റെ EQ സെക്ഷനാണ്, ഇതിൻ്റെ എഫക്ട്സിൻ്റെ സെക്ഷനാണ്, പാൻ, അതുപോലെ അതിൻ്റെ മെയിൻ വോള്യൂം. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലി ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് പക്ഷേ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് പറ്റില്ല. ഓഡിയോ ഇൻ്റർഫേസിൽ മെയിൻലി വരുന്ന നോബ്സ് എന്ന് പറയുന്നത് ഈ ഒരു മൈക്കിൻ്റെ ലെവലായിരിക്കും, അതുപോലെ ഒരു മെയിൻ മാസ്റ്റർ ലെവലായിരിക്കും. ഇതായിരിക്കും ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ മെയിൻ ആയിട്ടുള്ള നോബ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഏത് ഓഡിയോ ഇൻ്റർഫേസ് നോക്കിയാൽ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് EVO 8 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിനകത്തും നിങ്ങൾക്ക് കാണാം 4 മൈക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ ബട്ടൺസാണ്. അപ്പോൾ ഫസ്റ്റ് മൈക്കാണ് നിങ്ങൾക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മൈക്കിൽ ക്ലിക്ക് ചെയ്യാം, നോബ് സെലക്ട് ചേഞ്ച് ചെയ്യാം. വേറെ ബട്ടൺസോ വേറെ ഫേഡേഴ്സ് അങ്ങനെ ഇതിനകത്തൊന്നുമില്ല. ജസ്റ്റ് ആ കണക്ടേഴ്സിൻ്റെയും ഔട്ട്പുട്ട്സിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാം ഓഡിയോ ഇൻ്റർഫേസ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോളജ് ഇല്ല, സോഫ്റ്റ്വെയറിൻ്റെ എന്താ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു ഓഡിയോ മിക്സറിനെ നിങ്ങൾ കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എഫക്ട്സോടെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സോഫ്റ്റ്വെയറിനകത്ത്. ഈ ഒരു ഫീച്ചർ സൗണ്ട്ക്രാഫ്റ്റിൻ്റെ 12 FXൽ അതുപോലെ 8 FXൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റോടെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യം വരില്ല. നിങ്ങളൊരു കണ്ടൻസർ മൈക്കാണ് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു കണ്ടൻസർ മൈക്കിന് എപ്പോഴും 48 വോൾട്സിന് ഫാൻറ്റം പവറിന് ആവശ്യം വരും. അപ്പോൾ ഓഡിയോ ഇൻ്റർഫേസിൽ ഒരു മിക്ക ഓഡിയോ ഇൻ്റർഫേസിൽ അതിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് ഓഡിയോ ഇൻ്റർഫേസിൽ ഇപ്പോൾ നിങ്ങൾ EVO 8 നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 48 വോൾട്സിന് ഇവിടെ ബട്ടൺ പ്രൊവൈഡഡ് ആണ്. അതുപോലെ ബെഹ്റിംഗറിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. ഫോക്കസ്റൈറ്റിന് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. പക്ഷേ ഈ ഓഡിയോ മിക്സറിനകത്ത് നമ്മുടെ സൗണ്ട്ക്രാഫ്റ്റിൻ്റെ 12 FX മിക്സറിനകത്ത് എല്ലാം ചാനലിൽ ഓട്ടോമാറ്റിക്കലി 48 വോൾട്സിൻ്റെ ഫാൻറ്റം പവർ ഓൺ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ XLR വഴിയാണ് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടി XLR ത്രൂ ആണ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബോർഡ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് മെയിൻ ഒരു ഡിഫറൻസിലേക്ക് പോകാം. അതെന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി ഇൻ ദ സെൻസ് റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഒരു ഓഡിയോ ഇൻ്റർഫേസും ഒരു ഓഡിയോ മിക്സർ തമ്മിൽ നമ്മൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഓഡിയോ ഇൻ്റർഫേസിനായിരിക്കും ഒരു USB മിക്സറിനേക്കാളും സൗണ്ട് ക്വാളിറ്റി കൂടുതൽ. നമ്മളിത് രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ ഡിഫറൻസ് കറക്റ്റായിട്ട് അറിയാം. ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഡിഫറൻസ് മനസ്സിലാവില്ല, പക്ഷേ എന്നാൽ പോലും രണ്ടിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ നല്ലൊരു വേരിയേഷൻ നമുക്ക് കേൾക്കാൻ പറ്റും.
ഇത് USB മിക്സർ ആയതുകൊണ്ടാണ്, കാരണം ഓൾറെഡി ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് പാക്ഡ് ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് റെക്കോർഡിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ഡിവൈസാണ്. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും ഒരു ഓഡിയോ മിക്സർ അല്ലെങ്കിൽ USB മിക്സറിനേക്കാളും കുറച്ച് ഫ്രണ്ടിലോട്ടായിരിക്കും. ഈ എല്ലാ ഡിവൈസ് നമ്മൾ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. അത് എന്ത് പേർപ്പസിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് അതിൻ്റെ മെയിൻ ഒരു യൂസ്. അപ്പോൾ ഈ EVO 8 എന്ന് പറയുന്നത് എൻ്റെ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് മേടിച്ചത് നിങ്ങൾക്കറിയാം, ഞാൻ EVO മേടിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ബെഹ്റിംഗറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫോക്കസ്റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നമ്മൾ ഇത് മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു ബാൻഡ് ഉണ്ട്. ബാൻഡിൻ്റെ പേര് യുക്ത. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്കറിയാം ഗിറ്റാർ അല്ലെങ്കിൽ കീബോർഡ് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് അത്ര ഇൻപുട്ട് ഇല്ല. അത് മാത്രമല്ല ഇത് ഓൺ ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ആയാൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ മാത്രം നമുക്ക് ഇതിനൊരു ഔട്ട്പുട്ട് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു മിക്സറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് പുറത്ത് ജാം ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, പാട്ട് പാടാം. റെക്കോർഡിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം USB വഴി നിങ്ങൾക്ക് സിസ്റ്റം കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സൗണ്ട്ക്രാഫ്റ്റ് നോട്ട്പാഡ് സീരീസ് മേടിച്ചത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും സിംഗേഴ്സിന് നമ്മുടെ വോയിസിൽ കുറച്ച് എഫക്ട്സ് വേണം, റിവേർബ് അല്ലെങ്കിൽ എക്കോ വേണം. അപ്പോൾ നമ്മൾ ഇതാണ് ഓഡിയോ ഇൻ്റർഫേസാണ് എപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് അതിലൊരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് എഫക്ട്സ് ഇട്ടിട്ട് വേണം നമ്മൾ റൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഒരു ഓഡിയോ മിക്സർ അല്ലെങ്കിൽ USB മിക്സർ ആകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ എല്ലാ എഫക്ട്സ് കൊടുത്ത ആൾക്ക് ഓൺ ദ സ്പോട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസും മിക്സറിനെ ഞാൻ ഏകദേശം ഒരു പ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി മേടിക്കാം. അപ്പോൾ EVO 8ൻ്റെ ഇപ്പോൾ ഏകദേശം പ്രൈസ് ആമസോൺ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു 18,000 അടുത്താണ്. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചാണ്. നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഞാൻ ഈ മൂന്നിലും പ്രിഫർ ചെയ്യുന്നത് ഇതാണ്. കാരണം ഓഡിയോ ക്വാളിറ്റിയും ഇതിന് വളരെ കൂടുതലാണ്. ബെഹ്റിംഗറിൻ്റെ ഈ മോഡലിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 6,000 ആണ്. അതുപോലെ ഫോക്കസ്റൈറ്റിൻ്റെ 2i2യുടെ പ്രൈസ് അറൗണ്ട് 15,000 ആണ്. ഫോക്കസ്റൈറ്റിൻ്റെ സോളോ എന്ന് പറഞ്ഞ മോഡലുണ്ട്, അത് അറൗണ്ട് 12,000 നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു സൗണ്ട്ക്രാഫ്റ്റ് നോട്ട്പാഡ് സീരീസ് 12Xൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 13,000 അടുത്താണ്. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ വേരിയൻ്റ് അവൈലബിൾ ആണ്, 8FX എന്ന് പറയും. അത് അറൗണ്ട് 8,000 9,000 ആണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര മൈക്ക് അറ്റ് എ ടൈം കണക്ട് ചെയ്യണം അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇത് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മോഡലിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ആൾ മാത്രമാണ് പാടുന്നത് എപ്പോഴും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. 5FX മേടിക്കാം, അതുപോലെ 8FX മേടിക്കാം. അതുപോലെ തന്നെയാണ് ഓഡിയോ ഇൻ്റർഫേസ്. നിങ്ങൾ ഓഡിയോ ഇൻ്റർഫേസ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ അറ്റ് എ ടൈം എത്ര പേര് നിന്ന് റെക്കോർഡ് ചെയ്യും അത് നോക്കിയിട്ട് വേണം ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ഇൻപുട്ട് ചൂസ് ചെയ്യാൻ. അപ്പോൾ ഈ എല്ലാം ഓഡിയോ ഇൻ്റർഫേസ്, ഈ രണ്ട് ഓഡിയോ ഇൻ്റർഫേസ് 2 ഇൻപുട്ടാണ്. ഇത് EVO 8 എന്ന് പറയുന്നത് 4 ഇൻപുട്ടാണ്. അപ്പോൾ EVO 8ൽ നമുക്ക് 4 മൈക്ക് അറ്റ് എ ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ 2 മൈക്ക് അറ്റ് ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് 4 മൈക്ക് അറ്റ് ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻറ്റ് വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. നമ്മൾ നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ നമ്മൾ ഹോം സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. കുറച്ച് പാനൽസ് അതുപോലെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. എല്ലാവരും നമ്മളോട് ഡൗട്ട് വയ്ക്കാറുണ്ട്, ഈ പാനൽസ് കൊണ്ട് എന്താ ഗുണം, ഈ പാനൽസ് എന്തെങ്കിലും എഫക്റ്റീവ് ആണോ, എന്തെങ്കിലും യൂസ് ഉണ്ടോ പാനൽസ് ഉണ്ടോ, അല്ലെങ്കിൽ വെറുതെ ഡെക്കറേഷൻ ഐറ്റമാണോ. അതുപോലെ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ അവരുടെ ലിവിങ് റൂമിൽ, ഒരു വീട്ടിൽ ലിവിങ് റൂമിൽ TV വെക്കുമ്പോഴും അല്ലെങ്കിൽ ഈ സൗണ്ട് ബാർ മേടിച്ച് അല്ലെങ്കിൽ വേറെ സ്പീക്കേഴ്സ് വെക്കുമ്പോൾ ഒട്ടും ക്ലിയർ ആവണില്ല, വളരെ വോയിസ് TV എന്ന് പറഞ്ഞ ഒച്ച അല്ലെങ്കിൽ നമുക്ക് ഡയലോഗ്സ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ റൂമിൻ്റെ സൗണ്ട് റിഫ്ലക്ഷനാണ്. അപ്പോൾ ഈ ഒരു റിഫ്ലക്ഷനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാനൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു എൻ്റെ ഹോം സ്റ്റുഡിയോയിൽ ഞാൻ വേറെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ വാൾസിൽ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു 7 പാനൽസ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് കാലി ഓഡിയോ LP6 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ മാക്സിമം ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പാനൽസ് ആണ്. ഈ പാനൽസ് ഞാൻ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ്, ആ ഒരു സൗണ്ട് ഇവിടെ കിടന്ന് റിഫ്ലക്റ്റ് ആവും, നമുക്ക് ആ ക്ലാരിറ്റി നഷ്ടപ്പെടും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നാളത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ ബിഫോർ ഒരു പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പും പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് നാളത്തെ വീഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റൂം, ഇപ്പോൾ അത് ലിവിങ് റൂം ആവാം, ബെഡ്റൂം ആവാം, അതുപോലെ നിങ്ങളുടെ ഓഫീസ് ആവാം, ഹോം സ്റ്റുഡിയോ ആവാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്റ്റുഡിയോ ആവാം, അവിടത്തേക്ക് നിങ്ങൾക്ക് പാനൽസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. നമുക്ക് ഇതിന് വേണ്ടി ഒരു ഫുൾ എക്യുപ്ഡ് ടീമുണ്ട്. ഞങ്ങളുടെ ടീം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ റൂമിൻ്റെ സൈസ്, അതുപോലെ അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം നോക്കിയിട്ട്, അതുപോലെ നിങ്ങളുടെ ചോയ്സ് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പാനൽസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് ഏത് കളറും എടുക്കാം നമുക്ക്, അതുപോലെ പല പാറ്റേൺസിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലിവിങ് റൂം ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം, അതുപോലെ ഹോം സ്റ്റുഡിയോ ആണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു വയ്ക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഓഡിയോ റിലേറ്റഡ് എല്ലാ കാര്യം നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. അലക്സ, സ്റ്റുഡിയോ ഓഫ്.